കോഴിക്കോട് ജില്ലയിലെ പുനലൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് കൂലിപ്പണിക്കാരനായ റഷീദും ഫാത്തിമയും ജീവിച്ചിരുന്നത്. അവരുടെ 3 പെൺമക്കളിൽ മൂത്തവളായിരുന്നു ഷഹന. ശാലീന സുന്ദരിയും സൽസ്വഭാവിയുമായിരുന്ന ഷഹന പഠനത്തിൽ വളരെ മിടുക്കിയായിരുന്നു. ജോലിയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും ഷഹനയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെ ദാരിദ്ര്യം ഷഹനയെ 18-ാം വയസ്സിൽ തന്നെ വിവാഹത്തിലേക്ക് എത്തിച്ചു. അങ്ങനെ ഇരിക്കെയാണ് മാളിയേക്കൽ തറവാട്ടിലെ റഹീം ഹാജിയുടെയും ഖദീജ ഉമ്മയുടെയും ഏക സന്തതിയും ഖത്തറിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്കാരനുമായ ഷബീർ എന്ന യുവാവുമായുള്ള ഒരു വിവാഹാലോചന ഷഹനയെ തേടിയെത്തുന്നത്. സമ്പന്ന കുടുംബം, വിദേശത്ത് നല്ല ജോലി, ഏക മകൻ. ഈ വാർത്തകൾ കേട്ടപ്പോൾ റഷീദിൻ്റെയും ഫാത്തിമയുടെയും മനസ്സിലൊരു പ്രതീക്ഷയുടെ വെളിച്ചം തെളിഞ്ഞു. നമ്മുടെ മകൾക്ക് ഇനി കഷ്ടപ്പെടേണ്ടി വരില്ല എന്ന ആശ്വാസത്തോടെ ഷഹനയെ ഷബീറിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ അവർ തീരുമാനിച്ചു. വിവാഹശേഷം ഷഹനയുടെ ലോകം ഷബീറിൽ മാത്രമായി ഒതുങ്ങി. എങ്കിലും ഷഹന തൻ്റെ പഠനമെന്ന മോഹത്തെക്കുറിച്ച് ഷബീറിനോട് പറഞ്ഞു. ഷബീർ അവളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി വീട്ടുകാരുടെ മുന്നിൽ ഇത് അവതരിപ്പിച്ചു. ഇത് കേട്ടതും ഷബീറിൻ്റെ ഉമ്മ ഖദീജ പൊട്ടിത്തെറിച്ചു. നീ എന്താണ് പറയുന്നത് ഷബീർ? ഈ മാളിയേക്കൽ തറവാട്ടിൽ നിന്നും ഇന്നേ വരെ ഒരു സ്ത്രീയും പഠനത്തിനോ ജോലി ആവശ്യത്തിനോ വേണ്ടി പുറത്തു പോയിട്ടില്ല. നിനക്ക് നാണമില്ലേ ഇത് പറയാൻ? 18 വയസ്സ് മാത്രം പ്രായമുള്ള ഷഹനയെ 30 വയസ്സുള്ള ഒരു വീട്ടുവേലക്കാരിയെ പോലെയാണ് ഖദീജ ഉമ്മ കണ്ടിരുന്നത്. എങ്കിലും ഷബീറിന്റെ സ്നേഹവും കരുതലും ഇതെല്ലാം സഹിച്ച് മുന്നോട്ടു പോകാനുള്ള ഒരു പ്രചോദനമായി മാറി. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മാത്രം ജീവിതത്തോട് പൊരുത്തപ്പെടാൻ ഷഹന പതുക്കെ പഠിച്ചു തുടങ്ങുന്ന സമയം. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഷബീറിനെ തേടി ഗൾഫിലേക്ക് തിരിച്ചു പോകാനുള്ള വിളി വന്നത്. പോകാൻ ഒട്ടും മനസ്സില്ല. 2 പേരുടെയും കണ്ണുകളിൽ ഒരുപോലെ വിഷമം. എങ്കിലും ഭാവിയെ ഓർത്ത് മനസ്സ് കടുപ്പിച്ച് ഷബീർ യാത്രയായി. ഷബീർ പോയതോടെ വീട് മുഴുവൻ ഷഹനയ്ക്ക് നിശബ്ദമായി തോന്നി. അവളുടെ ലോകം ഒറ്റപ്പെടലിൽ അകപ്പെട്ടു. അവൾക്ക് കൂട്ടുണ്ടായിരുന്നത് ഷബീറിന്റെ ഓർമ്മകളും അവളുടെ പുസ്തകങ്ങളും മാത്രമായിരുന്നു. ഒരു ദിവസം ഷഹന അവൾ ഒരു കുഞ്ഞിന്റെ ഉമ്മയാകാൻ പോകുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞു. ആ സന്തോഷ വാർത്ത ഹൃദയം നിറഞ്ഞ് ആദ്യം അവൾ പറഞ്ഞത് ഖദീജ ഉമ്മയോടായിരുന്നു. പക്ഷേ കിട്ടിയത് ഒരു ആശംസയല്ല, ഒരു സ്നേഹവാക്കുമല്ല. ഇനിയൊരു ഭാരവും കൂടി എന്നൊരു തണുത്ത പ്രതികരണം മാത്രം. ആ വാക്കുകൾ ഷഹനയുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചു. സ്വന്തം സന്തോഷം പോലും പങ്കിടാൻ ഒരാളില്ലാതെ അവൾ നിശബ്ദമായി ഷബീറിന്റെ വിളിക്കായി കാത്തിരുന്നു. ഈ വാർത്ത കേട്ടതും ഷബീറിന്റെ ശബ്ദം സന്തോഷം കൊണ്ട് വിറച്ചു. വാക്കുകൾക്കപ്പുറം അവന്റെ ചിരിയിൽ അവളുടെ ലോകം നിറഞ്ഞു. അതിനുശേഷം ഓരോ ദിവസവും പിന്നീട് കുഞ്ഞിനുള്ള കാത്തിരിപ്പായി. ഗർഭിണിയായിട്ടും വീട്ടുജോലികളിൽ യാതൊരു തരത്തിലുള്ള ഇളവും ഖദീജ ഉമ്മ ഷഹനയ്ക്ക് നൽകിയില്ല. എല്ലാം സഹിച്ച് മുന്നോട്ടു പോയി. മാസങ്ങൾ കടന്നുപോയി. ഒടുവിലൊരു പ്രഭാതത്തിൽ വേദനകളെ മറികടന്ന് ഷഹന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിന് ജന്മം നൽകിയ ദിവസം ഷഹനയുടെയും ഷബീറിന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുഹൂർത്തമായിരുന്നു. വേദനകളെല്ലാം പിന്നിലാക്കി ആദ്യമായി കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട നിമിഷം ഞാനൊരു ഉമ്മയായിരിക്കുന്നു എന്ന ബോധം അവളുടെ ഉള്ളിലൊട്ടാകെ പടർന്നു. കണ്ണു നിറഞ്ഞ സന്തോഷത്തോടെ അവൾ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ചെറുവിരലുകൾ അവളുടെ വിരൽ മുറുകെ പിടിക്കുമ്പോൾ ആ നിമിഷം അവൾക്ക് ലോകം മുഴുവൻ സ്വന്തമായതുപോലെ തോന്നി. ഈ സമയം ഷബീർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം അവളുടെ മനസ്സിലൂടെ നിശബ്ദമായി കടന്നുപോയി. പതുക്കെ അവൾ കുഞ്ഞിന് പേര് വിളിച്ചു, ആയിഷ. ആ പേര് ഉച്ചരിച്ച നിമിഷം അവളുടെ ചുണ്ടുകളിൽ ചിരിയും കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീരും ഒരുമിച്ച് നിറഞ്ഞു. വീഡിയോ കോളിലൂടെ ഷബീർ ആദ്യമായി കുഞ്ഞിനെ കണ്ടപ്പോൾ കുഞ്ഞിന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ട് അവനും വികാരാധീനനായി. അൽഹംദുലില്ലാഹ്, ഇന്ന് ഞങ്ങൾ ഒരു പെൺകുഞ്ഞിന്റെ ഉമ്മയും ഉപ്പയുമായിരിക്കുന്നു. അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു. ആ നിമിഷങ്ങളിൽ ദൂരങ്ങൾ പോലും അവർക്കൊരു തടസ്സമായി തോന്നിയില്ല. അതിനുശേഷം അവരുടെ ജീവിതം മുഴുവൻ ആയിഷയെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. കുഞ്ഞിന്റെ ഉറക്കവും ചിരിയും കരച്ചിലും ഓരോ ചെറിയ വളർച്ചയും അവർ 2 പേരും ആസ്വദിച്ചു. ഷബീർ വീഡിയോ കോളുകളിലൂടെയായിരുന്നു കുഞ്ഞിന്റെ ലോകത്തിന്റെ ഭാഗമായത്. ആയിഷ നടക്കുന്നതും ഇരിക്കുന്നതും ചിരിച്ച് കൈനീട്ടുന്നതുമെല്ലാം അവൻ സ്ക്രീനിലൂടെ കണ്ട് സന്തോഷിച്ചു.
ദിവസവും വിളിച്ച് കുഞ്ഞിന്റെ ഓരോ മാറ്റവും ഓരോ നിമിഷവും അവൻ മനസ്സിൽ സൂക്ഷിച്ചു. വീട്ടിലെ ജോലികളും കുഞ്ഞിനെ നോക്കുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം ഷെഹന സഹിച്ചുകൊണ്ട് മുന്നോട്ടു പോയി. ആ കഷ്ടപ്പാടുകളെക്കുറിച്ച് അവൾ ഒരിക്കലും ഷെബീറിനോട് പരാതിപ്പെട്ടിട്ടില്ല. ഷെഹനയുടെ ശാന്തതയും ഒതുക്കവും അവളുടെ സ്നേഹവും സഹനവും ഇതെല്ലാം ഷെബീറിനെ അവളോടുള്ള സ്നേഹത്തിന്റെ ആഴം കൂടിക്കൂടി വന്നു. ഷെബീറിന് കുഞ്ഞിനെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം ഏറെയായി. രാത്രികളിലെ ഫോൺ സംഭാഷണങ്ങളിൽ മുഴുവൻ സ്വപ്നങ്ങളായിരുന്നു. ഷെഹനയെക്കുറിച്ചുള്ളതും ആയിഷയെക്കുറിച്ചുള്ളതും. നമുക്ക് ആയിഷയെ നല്ലപോലെ പഠിപ്പിക്കണം. നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത സ്വപ്നങ്ങൾ അവളുടെ ജീവിതത്തിലൂടെ നമുക്ക് നേടിയെടുക്കണം. ഷെബീറിന്റെ ആ വാക്കുകൾ ഷെഹനയുടെ ഹൃദയത്തിൽ വിലമതിക്കാനാകാത്ത സ്വപ്നങ്ങളായി പതിഞ്ഞു. ആയിഷ വളർന്ന ഓരോ ദിവസത്തോടും കൂടി അവരുടെ സ്വപ്നങ്ങളും വളർന്നു. കുഞ്ഞിന്റെ ഓരോ കാൽവെപ്പും ഓരോ നിമിഷവും ഷെബീർ വീഡിയോ കോളിലൂടെ കണ്ടു. ഷെബീറും ഷെഹനയും ചേർന്ന് ഫോൺ സ്ക്രീനിനുള്ളിൽ ഒരു ചെറിയ സ്വർഗം തന്നെ പണിതു. ആ കാലം ഷെഹനയുടെയും ഷെബീറിന്റെയും ജീവിതത്തിലെ ഏറ്റവും ശാന്തവും സുന്ദരവുമായ ദിവസങ്ങളായിരുന്നു. കുഞ്ഞിനെ നേരിട്ട് കാണണമെന്ന ആഗ്രഹം ഷെബീറിനെ വിട്ടൊഴിയാതെ തുടർന്നു. അവൻ പലതവണ തന്റെ മാനേജർക്ക് ലീവ് അപേക്ഷകൾ നൽകി. എന്നാൽ ഓരോ തവണയും അത് നിരസിക്കപ്പെടുകയായിരുന്നു. മകൾ ഐഷയ്ക്ക് 1 വയസ്സാവാറായി. ഇതുവരെ ഉപ്പയും മോളും നേരിട്ട് കണ്ടിട്ടില്ലെന്ന സത്യം ഷെഹനയുടെ ഹൃദയം കീറുന്ന വേദനയായിരുന്നു. എങ്കിലും അവൾ ഒരിക്കൽ പോലും നിരാശപ്പെട്ടില്ല. ഓരോ നിസ്കാരത്തിന്റെയും അവസാനം അവൾ കണ്ണു നിറച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്റെ മോളും അവളുടെ ഉപ്പയും എത്രയും പെട്ടെന്ന് അവർ ഒരുമിച്ച് കാണാനുള്ള വിധി നീ നൽകണേ അല്ലാ. ആ പ്രാർത്ഥനകളിൽ അവൾ സ്വപ്നങ്ങൾ നെയ്തു. ആ സ്വപ്നങ്ങളായിരുന്നു അവളുടെ ആശ്വാസം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പതിവിലും നേരത്തെ ഷെബീറിന്റെ കോൾ വന്നു. ഫോൺ എടുത്തപ്പോൾ അവന്റെ ശബ്ദത്തിലെ സന്തോഷം ഷെഹനയെ അത്ഭുതപ്പെടുത്തി. ഷെഹന, എനിക്ക് കമ്പനി ലീവ് തന്നു. ഞാൻ അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരുന്നു. ആ വാക്കുകൾ കേട്ട നിമിഷം ഷെഹനയുടെ സന്തോഷത്തിന് അതിരില്ലാതെയായി. ആയിഷയും അവളുടെ ഉപ്പയും ആദ്യമായി നേരിട്ട് കണ്ടുമുട്ടുന്ന നിമിഷം അവൾ വീണ്ടും വീണ്ടും മനസ്സിൽ കണ്ടു. അടുത്ത ദിവസങ്ങൾ കാത്തിരിപ്പിന്റെ ദിനങ്ങളായിരുന്നു. ആ ദിവസങ്ങൾക്ക് മാസങ്ങളെക്കാൾ ദൈർഘ്യമായിരുന്നു. ഓരോ രാവും ഓരോ പ്രഭാതവും അവൾ എണ്ണി. ഇനിയും ഒരു ദിവസം, ഇനിയും ഒരു ദിവസം കൂടി. ഷെബീർ വരാൻ ഒരു ദിവസം മാത്രം ബാക്കി. ആ രാത്രി കടുത്ത മഴയായിരുന്നു. ആകാശം കീറിപ്പൊളിക്കുന്ന ഇടിയും മിന്നലും. ആയിഷയെ നെഞ്ചോട് ചേർത്ത് ഷെഹന ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അർദ്ധരാത്രി 2 മണി. ഷെഹനയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഉറക്കത്തിന്റെ ആലസ്യത്തിൽ അവൾ ഫോൺ എടുത്തു. മറുവശത്ത് അപരിചിതമായ ഒരു ശബ്ദം. ഹലോ, ഞാൻ ഷെബീറിന്റെ സുഹൃത്താണ്. അയാളുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. അടുത്ത വാക്കുകൾ അവളുടെ ജീവിതം ഒരു നിമിഷത്തിൽ മാറ്റിമറിച്ചു. കമ്പനിയിലുണ്ടായ ഒരു അപകടത്തിൽ അവൻ നമ്മളെ വിട്ടുപോയി. ആ വാക്കുകൾ കേട്ട നിമിഷം ഷെഹനയുടെ ശരീരം മുഴുവൻ തണുത്തുപോയി. അവൾക്ക് കാതുകളെ വിശ്വസിക്കാനായില്ല. കണ്ണുകൾ ഇരുട്ട് കയറി. എണീക്കാൻ പോലും കാലുകൾക്ക് ശക്തിയില്ലാത്ത പോലെ തോന്നി. ഒരു വാക്കു പോലും പറയാൻ അവളുടെ നാവ് പൊങ്ങാതെയായി. അവൾ ശബ്ദമില്ലാതെ ഹൃദയം പൊട്ടിക്കരഞ്ഞു. ആ രാത്രി അവളുടെ ജീവിതത്തിലെ എല്ലാ പ്രകാശവും അണഞ്ഞ രാത്രിയായിരുന്നു. അങ്ങനെ സ്വപ്നങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഷെബീർ എന്നേക്കുമായി യാത്രയായി. ഷെബീറിന്റെ അപ്രതീക്ഷിതമായ വേർപാട് ഷെഹനയെ വല്ലാതെ തളർത്തി. അവനില്ലാത്ത ജീവിതം അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ജീവിതം അവസാനിപ്പിക്കണമെന്ന് അവൾക്ക് പലതവണ തോന്നിയെങ്കിലും ആയിഷയുടെ മുഖം അവളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. ദിവസങ്ങൾ ഒരേ നിറത്തിൽ നിശബ്ദമായി നീങ്ങി. പ്രതീക്ഷകളില്ലാത്ത ലോകത്ത് അവൾ വീട്ടുവേലക്കാരിയെ പോലെ ആ വീട്ടിൽ ജീവിച്ചു. എങ്കിലും അവളുടെ ഉള്ളിലൊരു ഭീതി പടരുന്നുണ്ടായിരുന്നു. എന്നെ ഇവിടെ നിന്നും ഇറക്കി വിടുമോ? ഈ താമസം ഒരു നാൾ അവസാനിക്കുമോ? അതെ, അവൾ ഭയന്നതുപോലെ തന്നെ ഒരിക്കൽ സംഭവിച്ചു. ഒരു ദിവസം ഖദീജ ഉമ്മ പറഞ്ഞു, മോൾ ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് നിങ്ങളെ നോക്കാൻ കഴിയില്ല. നീയും മോളും ഇവിടെ നിന്നിറങ്ങണം. ആ വാക്കുകൾ ഷെഹനയെ അമ്പരപ്പിച്ചു. അന്നു മുതൽ ഷെബീറിന്റെ ഓർമ്മകൾ നിറഞ്ഞ ആ മാളിയേക്കൽ തറവാട് അവൾക്ക് അന്യമായി. ആയിഷയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഷെഹന മുന്നോട്ട് നടന്നു. കയ്യിൽ പണമില്ല, ജോലിയില്ല. പക്ഷേ കയ്യിൽ ഉറച്ചൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, മകളുടെ ഭാവി. അവൾ പല വാടക വീടുകളും അന്വേഷിച്ചു. വാടകയുടെ ഭാരം താങ്ങാനാകാതെ പലതും നിരസിക്കേണ്ടി വന്നു. അവസാനം ചെറിയൊരു വാടക വീട് കിട്ടി. ജീവിതം വീണ്ടും തുടങ്ങാൻ മതിയായ ഒരിടം.
ജോലി തേടി പല സ്ഥലങ്ങളിലും പോയെങ്കിലും വിദ്യാഭ്യാസവും സർട്ടിഫിക്കറ്റും ഇല്ലാത്തതിന്റെ പേരിൽ അവളുടെ മുന്നിലെ വാതിലുകൾ പലതും അടഞ്ഞു. അവസാനം അവൾ വീടുകളിലും ഓഫീസുകളിലും ക്ലീനിംഗ് ജോലികൾ ചെയ്ത് രാവും പകലും അധ്വാനിച്ച് ജീവിച്ചു. എന്നാലും ഷഹനയുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു. ഷബീറിന്റെയും തന്റെയും സ്വപ്നം പോലെ ആയിഷയെ നല്ല രീതിയിൽ പഠിപ്പിക്കണം. ആയിഷയ്ക്ക് 5 വയസ്സായപ്പോൾ ഒരു സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെ ആ പ്രദേശത്തെ മികച്ച ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ അവൾക്ക് പ്രവേശനം ലഭിച്ചു. ഉമ്മയെ പോലെ തന്നെ ആയിഷ മിടുക്കിയായിരുന്നു. ഓരോ ക്ലാസ്സിലും 1-ാം സ്ഥാനം. സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും കൊണ്ട് വീട് മുഴുവൻ നിറഞ്ഞു. അവയെല്ലാം കാണുമ്പോൾ ഷഹനയുടെ കണ്ണുകളിൽ നിറഞ്ഞത് കഷ്ടപ്പാടുകളുടെ വിജയ കണ്ണുനീരായിരുന്നു. ആയിഷയുടെ മനസ്സിൽ ഒരേ ഒരു സ്വപ്നം മാത്രമായിരുന്നു, ഡോക്ടറാവണം. അവൾ എൻട്രൻസ് പരീക്ഷ എഴുതി വിജയിച്ചു. വർഷങ്ങളായുള്ള പരിശ്രമത്തിന്റെ ഫലമായി അവൾ ഒരു ഡോക്ടറായി. സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ച് ഉമ്മയോട് ആയിഷ പറഞ്ഞു, ഉമ്മ, ഇത് എന്റെ വിജയമല്ല, നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അവൾ ഉമ്മയെ സ്നേഹത്തോടെ ചേർത്തു പിടിച്ചു. വിവാഹാലോചനകൾ പലതും വന്നെങ്കിലും ഷഹന ആദ്യം മകളുടെ ഭാവിക്കാണ് പ്രാധാന്യം നൽകിയത്. ഇന്ന് ആയിഷ അവിടെയുള്ള ഏറ്റവും മികച്ച ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ്. ആദ്യമായി നേടിയ സന്തോഷം ഉമ്മയ്ക്കായി നല്ല ഒരു വീട് എന്നതായിരുന്നു. അതിനുശേഷം മറ്റൊരു ഡോക്ടറുമായി ആയിഷയുടെ വിവാഹം നടന്നു. അതിനുശേഷം ആയിഷയും ഭർത്താവും ചേർന്ന് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെ നിർമ്മിച്ചു. അത് ഒരുപാട് രോഗികൾക്ക് ആശ്രയമായി മാറി. കാലം കടന്നു. മക്കളും കൊച്ചുമക്കളുമായി വീട്ടിൽ ചിരിയും സന്തോഷവും നിറഞ്ഞു. അവരെ നോക്കി ഷഹന മനസ്സിൽ മന്ത്രിച്ചു, ഷബീർ, ഇന്ന് നമ്മുടെ മകൾ വിജയിച്ചിരിക്കുന്നു. നമ്മൾ കണ്ട സ്വപ്നം സഫലമായിരിക്കുന്നു. വിവാഹം ജീവിതത്തിൽ അനിവാര്യമാണെങ്കിലും മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നത് ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വമാണ്. ഈ കഥ ഓരോ മാതാപിതാക്കൾക്കും ഒരു പാഠമാകട്ടെ. ഇതുപോലുള്ള ഷഹനമാർ നമ്മുടെ സമൂഹത്തിൽ ഇനി ഇല്ലാതിരിക്കട്ടെ.